ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞൊരു മാസമായിട്ടേ നമ്മുടെ ചെടികൾക്കൊക്കെ വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നല്ലാതെ വളം ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനോ പ്രൂൺ ചെയ്ത് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഗാർഡനെ മൊത്തത്തിലൊന്ന് മാറ്റി സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഈ ഒരു ഭാഗം കണ്ടോ, കുറേ ഇലയൊക്കെ കരിഞ്ഞതും കുറേ ചെടികൾ പോയതും ഒക്കെ ആയിട്ട് കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. 2 ദിവസമായി ഞാൻ നാട്ടിലായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കട്ടിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നട്ടുപിടിപ്പിക്കാനും ഒക്കെ ഉണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ദിവസം കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ആ ഒരു ഭാഗം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലീനാക്കാന്ന് വെച്ചാൽ ഈ ചെടികളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ചു വാരി എടുക്കണം നമ്മളെപ്പോഴും. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഉടനീളം കാണാനായിട്ട് പറ്റും. കാരണം നല്ല കാറ്റാണ്. അപ്പോൾ നമ്മുടെ ബൊഗൻവില്ലയുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞ്, പൂക്കളും ഇലകളൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പിന്നെ മണ്ണും ഉണ്ടാവും. നമ്മൾ ചട്ടി മൊത്തം മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ പൊടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി ക്ലീനാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മുടെ ടെറസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമാണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ അധികം പൂക്കളില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ബൊഗൻവില്ലകളെല്ലാം ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്നതിന് പകരം 2 സൈഡിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് മാറ്റിയും തിരിച്ചൊക്കെ വെക്കണമല്ലോ, അതല്ലേ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. എന്നും ഒരുപോലെ കാണുമ്പോൾ നമുക്ക് അത്രയും കണ്ട് സന്തോഷം ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മഴയൊക്കെ അല്ലേ വരാൻ പോകുന്നത്, പൂക്കളൊക്കെ കുറയാൻ പോവാണ്. കഴിഞ്ഞ വർഷത്തെ അത്രയും പൂക്കൾ ഇപ്രാവശ്യം ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് നമ്മുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബൊഗൻവില്ലയിലൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ട് 2ാം വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ വളം ചെയ്ത് കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ ഒരു റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം വളമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഒക്കെ അടിച്ചു വാരി ക്ലീനാക്കി എടുത്തിട്ട് നമ്മുടെ തെച്ചി സംഭവങ്ങൾ അവിടേക്ക് തന്നെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ വയ്ക്കുകയാണ്. തെച്ചിക്ക് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഒരു 4 ടൈപ്പ് തെച്ചിയാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത് കേട്ടോ. പിന്നെ മിനിയേച്ചറിൻ്റെ 2 ഉണ്ട്. വലുത് 4 ഉള്ളത് കേട്ടോ. ഒരെണ്ണം നമ്മുടെ സാധാരണ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു നാടനും, പിന്നെ ഒരു ബേബി പിങ്ക് കളറിൽ വരുന്നതും, പിന്നെ നല്ല കടും റെഡ് കളറിലുള്ളതും, പിന്നെ ഒരു പെറ്റൽസിന് ചെറിയൊരു വ്യത്യാസമുള്ള പോലത്തെ ഒരു തെച്ചിയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അത് 4ഉം ഞാൻ ആ ഒരു സൈഡിൽ അത് ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ എടുത്തു വയ്ക്കുകയാണേ. ഓരോ ചെടികളും എടുത്തു വയ്ക്കുമ്പോൾ അതിൻ്റെ കടക്കിൽ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വലിച്ചു കളയും. പിന്നെ പ്രൂൺ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് സെറ്റാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, ഓരോ പ്ലാന്റും വെക്കുമ്പോൾ തന്നെ. അപ്പോൾ അതൊന്ന് വെട്ടാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു തളിർപ്പിലും ആ ഹൈറ്റിൽ നിൽക്കുന്ന കമ്പിലൊക്കെ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വെട്ടണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചു. പിന്നെ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊരു ഐഡിയ ഒന്നുമില്ല. നമ്മളൊരു കാര്യം തുടങ്ങി വെക്കുമ്പോഴാണല്ലോ നമുക്ക് ഐഡിയകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 2 സൈഡിലും വെക്കണം, പൂക്കൾ നിറച്ച് വെക്കണം. ബൊഗൻവില്ലകൾ ഒരു 19 പോട്ടിലായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ 19 പോട്ടുകളും 2 സൈഡിലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം എന്നൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ചെടികൾ വെക്കുന്നതും ഒക്കെ നമുക്ക് വെക്കുന്നതിനനുസരിച്ച് ഓരോന്നും വെച്ച് അതിൻ്റെ ഭംഗി നോക്കി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കണേ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ലൈൻ വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്കൊക്കെ നീക്കിയും തിരിച്ചൊക്കെ വെക്കുന്നുണ്ട്. കുറച്ചുകൂടി അങ്ങോട്ട് നീക്കി നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു മൂലയിലായിട്ട് നമുക്ക് 2 വാഴ വെക്കാനുണ്ട് കേട്ടോ. പപ്പ വേളാങ്കണ്ണി പോയിട്ട് വരുമ്പോൾ 2 വാഴക്കന്ന് കൊടുന്നിട്ട് നമ്മളൊരു ബക്കറ്റിലും ടിന്നിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതധികം വെയിൽ കൊള്ളിക്കാതെ വേര് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അതിപ്പോൾ നന്നായിട്ട് കൂമ്പെടുത്ത് നല്ല ഇലകളൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് എടുത്തു വയ്ക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് നീക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ മുല്ലയും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ മുല്ലയിൽ നിറയെ പൂവിട്ടു. പൂവൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തുമ്പൊക്കെ കരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി പ്രൂൺ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വട്ടം ഞാൻ വെട്ടിയതാണ്. അതിനുശേഷം നിറയെ പൂക്കളൊക്കെ വന്നു. എന്നാലും മഴ ഇടയ്ക്ക് വെച്ച് പെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, പൂക്കൾ കുറവായിരുന്നു ഇപ്രാവശ്യം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വളം ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളും പിന്നെ ചോക്ലേറ്റിൻ്റെ കുറച്ച് വർക്കൊക്കെ വന്നപ്പോൾ വളം ചെയ്യാനൊക്കെ ലേറ്റായി. ഇപ്പോഴും വളം ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് കുറച്ച് മുട്ടത്തോട് പൊടിച്ചതും പിന്നെ ആട്ടുംകാട്ടും ഒക്കെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് ഷേപ്പാക്കി വെട്ടി കൊടുത്തിട്ടുണ്ട്. 2 പോട്ടിലായിട്ട് നമുക്ക് മുല്ലയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി ഒപ്പം തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഈ കാറ്റ് കാരണം കൊണ്ട് കാറ്റ് വരുന്ന സ്ഥലത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ പറന്നു പോവാണ്. അപ്പം ഞാൻ കാറ്റൊന്ന് കുറയുന്ന സമയത്ത്
വേഗം പോയിട്ട് അതൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വെട്ടുന്നതൊക്കെ ഒപ്പം തന്നെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ലൈൻ നമ്മൾ വെച്ചു. ഇനി നമ്മൾ ബൊഗേൻവില്ലേനെ ഇങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കളറാണ് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കേണ്ടതെന്നൊക്കെ നിന്ന് ആലോചിക്കുകയാണ് അവിടെ നിന്നിട്ട്. അതുപോലെ തന്നെ ഒരേ കളറിലുള്ളത് അടുപ്പിച്ചാണ് ഞാൻ അവിടെ വെച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ അടിയിലുള്ള മണ്ണും ഒക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ അടിയിലെ ട്രേയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കളറ് 2 പോട്ട് വെച്ചിട്ട് എൻ്റെ അടുത്തുണ്ട്. ചില കളറ് 3 എണ്ണമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെക്കുന്ന ഈ ഒരു നോർമൽ എല്ലാ വീട്ടിലും കാണുന്ന ഈ ഒരു കളറ് 3 പോട്ടിലായിട്ടുണ്ട്. അപ്പോൾ അത് 3ഉം അടുപ്പിച്ച് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ അടുപ്പിച്ച് ഈ സൈഡിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. 2 പോട്ടിൽ ബാക്കി കളറുകളൊക്കെ 2 പോട്ടിലുണ്ട്. പിന്നെ ഒരു 2 വെറൈറ്റി, ആ തുമ്പത്ത് പൂ ഉണ്ടാവുന്ന 2 വെറൈറ്റി മാത്രമാണ് ഓരോ പോട്ടിലുള്ളത്. അതിൻ്റെ കമ്പ് വെച്ചിട്ട് വേര് പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഓരോ കളറുള്ളതൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ച് ആ സൈഡും ക്ലീനാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചില പോട്ടുകളിൽ പൂക്കളൊക്കെ ഇപ്പോൾ വന്നിപ്പോൾ ഈ ഒരു മഞ്ഞ കൊണ്ടുവന്ന് വെച്ചതിൽ പൂക്കൾ ഇപ്പോൾ വന്ന് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ അടുത്ത പോട്ടിൻ്റെ പൂ കൊഴിഞ്ഞിരിക്കുകയാണ് കണ്ടോ. ഈ ഒരു ഇതിൽ കൊഴിഞ്ഞു പോവാണ്, കഴിഞ്ഞതാണ്, പൂവൊക്കെ ഉണ്ടായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെട്ടി കൊടുക്കാനുള്ളത് ഈ പൂ കൊഴിയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഭാഗങ്ങളും ഒക്കെ ഒന്ന് വെട്ടി പ്രൂൺ ചെയ്ത് കൊടുത്താൽ പുതിയ തളിർപ്പുകൾ വരുന്നിടത്തൊക്കെ പൂക്കൾ വന്ന് നിറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെട്ടി കൊടുക്കാറുണ്ട്. ആദ്യത്തെ അത് വെട്ടി കൊടുത്തിട്ട് ഉണ്ടായിരുന്നതാണ്, അതിൽ നിറയെ പൂക്കൾ വന്നു. ഇതിൽ പൂക്കൾ കുറവായതുകൊണ്ട് അതിൽ ആ ഉണങ്ങിയ പൂക്കൾ കഴിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സൈഡിലേക്ക് കുറച്ച് ചട്ടികളൊക്കെ എടുത്തു വെച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് എടുത്തു വെക്കുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കുന്നത്. നമ്മളവിടെ ഓൾറെഡി അടിച്ചു വാരി ക്ലീൻ ആക്കിയതാണല്ലോ. അവിടെ ചെന്ന് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരി ക്ലീൻ ആക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുപോലെ ഞാനിത് ഈ ഒരു സൈഡിൽ നമ്മുടെ റൂബി റെഡ് ഇരിക്കുന്നതും ഒക്കെ ചട്ടികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഓരോ ലൈനും ഒപ്പം തന്നെയാണ് വെച്ചു പോണത് കേട്ടോ. ആ സൈഡിൽ ഒരു ലൈൻ വെച്ചപ്പോൾ അതിനോട് നേരെ തന്നെ ഈ സൈഡിലും സെൻറ്ററിൽ കുറച്ച് നടക്കാനുള്ള വഴി ഇട്ടിട്ടുണ്ട്. അത് ആദ്യം മുതലേ ഉള്ളതാണ്. കാരണം നമുക്ക് ബാക്കിലേക്ക് ആ വേപ്പില പൊട്ടിക്കാനും മുളക് പൊട്ടിക്കാനും നനയ്ക്കാനൊക്കെ പോകാനായിട്ടുള്ള സെൻറ്ററിൽ കുറച്ച് വഴി പോലെ അങ്ങനെ ഇട്ടിട്ട് 2 സൈഡിലായിട്ടാണ് ഞാൻ എപ്പോഴും ചെടികൾ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആ ബാക്കിലെ ലൈൻ വെച്ചപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഈ ബാക്കിലും ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 ലൈൻ വെച്ചു. പിന്നെ ഇത് ഉണ്ട് ഡബിൾ പെറ്റൽസിൻ്റെ 2 കളറാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോയിട്ടോ. പൂക്കൾ നന്നായി വരുന്ന സമയത്ത് ഇങ്ങനെ ഹൈറ്റിൽ വരുമ്പോൾ അത് ഷേപ്പായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളത് വളച്ച് വെച്ച് കൊടുക്കും. ഏതെങ്കിലുമൊക്കെ കമ്പിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വളച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ നല്ല ഭംഗിയിൽ ആ ഒരു പോട്ടിൽ നിറഞ്ഞ് നിൽക്കും. ഇപ്പോൾ അതൊക്കെ പൂക്കളൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഒരു കമ്പ് ഞാൻ നട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിളിർത്ത് വന്നിട്ടുണ്ട്. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂക്കളും അതിൽ ആവശ്യമില്ലാത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ കടഭാഗത്തുനിന്ന് പുതിയ ബ്രാഞ്ചുകൾ വരാതെ മുകളിൽ മാത്രം പുതിയ ബ്രാഞ്ചുകൾ വരുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതും ആ ഒരു ഡബിൾ പെറ്റൽസിൻ്റെ ആ കളറും ഏകദേശം സെയിം ആണ് കേട്ടോ. പക്ഷേ അതിൻ്റെ തുമ്പ് ഭാഗത്താണ് പൂവുണ്ടാവാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സൈഡിൽ 2 ലെയറിൽ കുറച്ചും ഇപ്പുറത്ത് 2 ലെയറായിട്ടും വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ സൈഡിലേക്ക് 3 പോട്ട് മാത്രമേ രണ്ടാമത്തെ ലെയറിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അവിടേക്ക് തെച്ചിയും ജമന്തിയും റോസും ഒക്കെ എടുത്ത് വെച്ചിട്ട് ആ ഒരു ലൈൻ അങ്ങ് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഈരണ്ടീസ് ലൈൻ ആക്കിയെടുത്തു. ഇത് രാവിലെ 6 മണിക്ക് എണീറ്റ് വന്നിട്ട് ചെയ്ത പണികളാണ് ഇതൊക്കെ കേട്ടോ. 8 മണി വരെയുള്ള പണിയായിരുന്നു ഇത്രയും കാര്യങ്ങൾ. 8 മണിയായപ്പോഴത്തേക്കും നല്ല വെയിലുദിച്ച് ഇവിടെ നിൽക്കാൻ പറ്റാത്ത വെയിലാണ്. അപ്പം ഞാൻ അടുക്കള കയറിയിട്ടില്ല. രാവിലെ എണീറ്റ് വന്നിട്ട് ആർക്കും തിരക്കൊന്നുമില്ലല്ലോ. അജു നാട്ടിൽ പോയി ആദ്യം പപ്പയൊക്കെ എണീറ്റ് വരുമ്പോൾ ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റ് വന്നിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് രാവിലെ ചെയ്തത്. ഇനി വെയിലറിയിട്ട് ഈവനിങ്ങിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല. അപ്പോൾ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇന്നലെ ഞങ്ങൾ തുടരും മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. നല്ല മൂവിയാണ് കേട്ടോ, കുഴപ്പമില്ല. തിയേറ്ററിലൊക്കെ പോയി കാണേണ്ട ഒരു മൂവി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് വന്നപ്പോൾ ഇന്നലെ ലേറ്റായി കിടക്കാൻ. അപ്പോൾ പപ്പയും മോനൊക്കെ എണീറ്റ് വരുമ്പോൾ ലേറ്റാവും. അപ്പോൾ ആദ്യം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ച് വെയിലത്ത് ഇവിടെ ടെറസിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിനി കിച്ചണിൽ കയറാൻ പോവാട്ടോ. ഇനി വൈകിട്ട് നമുക്ക് വീണ്ടും വരാം. ഈ 2 സൈഡിലായിട്ട് നമ്മൾ ബൊഗൈൻവില്ലകളൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചപ്പോഴേ 2 സൈഡിലും നിറയെ പൂക്കൾ നിൽക്കുന്ന ആ ഒരു ഫീലായിട്ടുണ്ട് കണ്ടോ. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തായാലും സെറ്റായി വന്നിട്ടുണ്ട്. ബാക്കി ഈ ഒരു ഭാഗങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ്സും അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഇത് അവിടെയൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വെയിലൊക്കെ ആറിയിട്ട് ഈവനിങ്ങിൽ കാണാം കേട്ടോ.
അങ്ങനെ ഒരു 4 മണിക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു. ഇവിടെ വെയിലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ബാക്കിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആ ചുമരിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഈ പോട്ടുകളൊക്കെ മാറിയപ്പോഴേ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു വാരി ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. കാറ്റ് കാരണം ഞാൻ പറഞ്ഞല്ലോ, കാറ്റുള്ള കാരണം കൊണ്ട് നമ്മൾ ഒപ്പം തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഈ പോട്ടുകൾ മാറ്റി കഴിയുമ്പോൾ ഈ പ്ലേറ്റിൻ്റെ അടിഭാഗത്തൊക്കെ മണ്ണൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി, ആദ്യം അടിച്ചു വാരിയത് തന്നെയാണ്, ഒന്നുകൂടെ അടിച്ചു വാരി ക്ലീൻ ആക്കി എടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ചെടികൾ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ഇരുന്നിരുന്ന ചെടികൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സ്പൈഡർ പ്ലാന്റ് പോലെ ഒരു പ്ലാന്റ് കണ്ടോ, സ്പൈഡർ പ്ലാന്റ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ദാ ഇതിലെ ഉണങ്ങിയ ഇലകളൊക്കെ ഇങ്ങനെ അടിയിലുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഞാനിങ്ങനെ 2 സൈഡിലായിട്ട് വെക്കുകയാണ് കേട്ടോ. ആ ഒരു പ്ലാന്റ് എൻ്റെ 2 പോട്ടിലാണ്. അപ്പോൾ 2 അറ്റത്തായിട്ട് ഈ സൈഡിൽ എടുത്ത് വെച്ചു കേട്ടോ. ഒരുപാട് പോട്ടുകളിലേക്ക് മാറ്റി നടാനുള്ള തൈകളൊക്കെ അതിൻ്റെ കടക്കിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് മാറ്റി നടാനുള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ. ഈ ടെറസിലായതുകൊണ്ട് നമുക്ക് മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നാട്ടിലത്തെ പോലെ നമ്മുടെ പറമ്പിൽ പോയി നമുക്ക് ആവശ്യമുള്ള മണ്ണെടുത്തിട്ട് വരാനൊന്നും പറ്റില്ല. ഇത് നമ്മൾ 4th ഫ്ലോറിലാണ്. അപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളല്ലേ, നമുക്ക് നാട്ടിലത്തെ പോലെ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളുള്ള മണ്ണ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ പോട്ടുകളിലൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ വെച്ചത് ഒരു തെർമോക്കോൾ ബോക്സാണ്. വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ കിട്ടി, അതിലുണ്ടായിരുന്ന ആ ബോക്സിലുണ്ടായിരുന്ന 2 ഒരേപോലത്തെ തെർമോക്കോൾ ബോക്സ്. അതിലിരിക്കുന്നത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ. അത് നല്ല ബോൾ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും 2 സൈഡിലായിട്ട് ഞാൻ എടുത്തു വെച്ചു. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടേ ഈ ചിരട്ടകളിൽ വെച്ചിട്ട് ഇങ്ങനെ ലൈനായിട്ട് പിടിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ബോർഡർ കൊടുക്കുന്ന പോലെ ഫുള്ളായിട്ട് വെക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ എൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതെന്താ റിബൺ ഗ്രാസോ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചു കണ്ടോ. അങ്ങനെ ഈ ഒരു ലൈൻ ഇവിടെ സെറ്റാക്കിയിട്ടാണ്. ഒരു ലൈൻ ഇവിടെ സെറ്റാക്കുമ്പോൾ ഒരു ലൈൻ അപ്പുറത്തും കൂടി സെറ്റാക്കും. അങ്ങനെയാണ് ഞാൻ വെച്ച് പോരുന്നത് കേട്ടോ. അപ്പുറത്തെ സൈഡിലും ഒരു ലൈൻ സെറ്റാക്കണം. അപ്പോൾ ഒന്ന് അടിച്ചു വാരി റെഡിയാക്കിയിട്ട് അപ്പുറത്തെ സൈഡിലും സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊങ്ങിണിപ്പൂവിലെ റെഡും യെല്ലോയും നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ ഓരോ തണ്ടുകളും കരിയുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വെയിലിൻ്റെ ആണെന്ന് തോന്നുന്നു, കരിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടി കഴിഞ്ഞാൽ ആ തണ്ട് ഉണങ്ങി പോവാണ്. അതാണ് ഇപ്പോൾ ഒരു ഷേപ്പില്ലാതെ നിൽക്കണത്. അത് രണ്ടും കേട്ടോ. നല്ല ഷേപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച ഒരു കമ്പ് ഞാൻ വെട്ടി കളഞ്ഞു. വെട്ടിയത് വെച്ചാൽ പൂക്കൾ കഴിഞ്ഞപ്പോൾ വെട്ടിയതാണ്. പുതിയ തളിർപ്പുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. പക്ഷെ അത് വെയിലിന് ഉണങ്ങിപ്പോയി. 2 മഴ കിട്ടിയില്ല ഇടയ്ക്ക് വെച്ചിട്ട്. ആ സമയത്താണ് ഞാൻ വെട്ടി കൊടുത്തത്. പക്ഷേ ആ 2 മഴ കഴിഞ്ഞ് പിന്നെ ഇവിടെ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ കരിയ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്രാവശ്യം ഒന്നും വെട്ടാനായിട്ട് പോയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ ഒരു ലൈൻ ഇപ്പുറത്തെ സൈഡ് വെച്ചപ്പോൾ അപ്പുറത്തെ സൈഡിലും ഞാനൊരു ലൈനായിട്ട് വെച്ചു കണ്ടോ. തെച്ചിയും ഒക്കെ ആയിട്ട് വെച്ചു, റോസ് തെച്ചി ഒക്കെ ആയിട്ട് വെച്ചു. അതുപോലെ തന്നെ ആ ഒരു തെച്ചി മിനിയേച്ചർ തെച്ചി ഉണ്ടല്ലോ, അതിൻ്റെ റെഡും ഉണ്ട് പിങ്കും ഉണ്ട് കേട്ടോ. അതായത് റോസ് കളറും ഉണ്ട്, ബേബി പിങ്ക് കളറ്. അത് രണ്ടും ഒരു പോട്ടിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അതിങ്ങനെ കട്ട കുത്തിയിട്ട് റെഡും വലുതാവുന്നില്ല പിങ്കും വലുതാവുന്നില്ല എന്നുള്ളൊരു പോലെയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരുന്നിരുന്നത് കേട്ടോ ആ പോട്ടിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആ ബേബി പിങ്ക് കളറിലുള്ളത് പറിച്ചെടുത്തിട്ട് വേറൊരു പോട്ടിൽ നട്ടു കൊടുത്തു കേട്ടോ. അതാണ് ഞാനിപ്പോൾ അപ്പുറത്ത് കൊടുന്ന് വെച്ചത്. അപ്പം അത് നല്ല വേര് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഞാൻ അതിന് പതുക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അടർത്തി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ആ മണ്ണിൽ സെറ്റാവുമെന്ന് വിചാരിക്കണം കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ അടിച്ച് വാരിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പുറത്തുനിന്ന് അടിച്ച് വരുമ്പോൾ ഒക്കെ അപ്പുറത്തേക്ക് പറന്ന് പോവാണ്. എന്നാലും നമ്മൾ വെക്കുന്ന സ്ഥലത്തൊക്കെയുള്ള അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞതാ ഇപ്പുറത്തെ സൈഡിൽ അടുത്തൊരു ലൈൻ വെച്ചു. അത് നമ്മുടെ റൂബി പ്ലാന്റും പിന്നെ ഒരു ഗ്രാസാണ് കേട്ടോ. ആ ഗ്രാസിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റൂബി പ്ലാന്റ് ഒരു ഗ്രാസ്, ഒരു റൂബി പ്ലാന്റ് ഒരു ഗ്രാസ് എന്നുള്ള ലൈനായിട്ട് അങ്ങനെ ഫ്രണ്ടിൽ വെച്ചു. സെൻറ്ററിലൊരു ഓർക്കിഡാണ്, ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. അങ്ങനെ ആ സൈഡും ഈ സൈഡൊക്കെ അങ്ങനെ മാറി മാറി നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വെച്ചു. അത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ അതിൽ ഉണങ്ങിയ അരേലിയൊക്കെ കുറേ ഉണങ്ങിപ്പോയ തണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു ലൈനിൽ അങ്ങ് വെക്കുകയാണ് കേട്ടോ. 2 അരേലിയ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ഒരു അരേലിയ ഇവിടെയും വെച്ചു. അത് കുറച്ച് നാളായിട്ട് അധികം വെയിൽ കൊള്ളാത്തോടത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒക്കെ അങ്ങനെ ഉണങ്ങിപ്പോയിട്ടേ എന്തോ കേടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. വലിയ വേരിഗേറ്റഡ് അരേലിയൊക്കെ എൻ്റെ പോയി. അപ്പോൾ ഈ ഒരു ബോൾ അരേലിയ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ തൽക്കാലം അതൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഈ പ്ലാന്റുകളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 5-6 മാസമായിട്ടുള്ളൂ. ഇത് നല്ല വെയിലത്ത് വെക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തൽക്കാലം സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഇലകളൊക്കെ തുമ്പ് കരിയുകയും ചൂട് പറ്റാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ തിരിച്ച് വീണ്ടും വെയിലില്ലാത്ത ആ ചുമരരികത്തേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് കിട്ടിയിട്ട് ഒരു 6 മാസം ജനുവരി ആ സമയത്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നത് ഈ സൈഡിൽ വെച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ.
അത് വേര് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വേര് പിടിച്ച് നല്ല പുതിയ ഇലകളൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു ലൈൻ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ കണ്ടോ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റും 2 കാക്ടസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഡാലിയയുടെ 2 കിഴങ്ങ് ഞാൻ 2 പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ചു. ഈ ഒരു സൈഡും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? 2 സൈഡിലും മാറ്റി വെച്ചപ്പോൾ പഴയൊരു ഇതിന്ന് മാറ്റിയപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് വന്ന ഒരു ഫീലായി കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇവിടെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ കമ്പ് നട്ട് പിടിപ്പിക്കാനും അധികം വെയിൽ, അതായത് ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഡയറക്റ്റ് വെയിലുണ്ടാവില്ല. അപ്പോൾ പുതിയത് കിട്ടുന്ന പ്ലാന്റുകൾ ഇവിടെ ഈ ഒരു സൈഡിൽ കൊടന്ന് വെച്ച് നന്നായി വേരൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ വെയിലത്തേക്ക് വെക്കുക. പക്ഷേ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് 3-4 വട്ടം കൊടന്ന് വെച്ചിട്ടും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ആ 2 പോട്ടും കാലിയായിരിക്കുകയാണ്. അതിൽ ഒരു പോട്ടിൽ ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ താമരമുല്ല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മുല്ല ചക്കമുല്ല നോക്കി പോയതാണ്. ഞങ്ങളുടെ അവിടെ ചക്കമുല്ല എന്ന് പറയുന്നത് ഈ ഗന്ധരാജൻ പാരിജാതം എന്നൊക്കെ പറയുന്ന ആ ഒരു പൂണ്ടല്ലോ, അതിനെയാണ് ഞാനൊക്കെ ചക്കമുല്ല എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ചക്കമുല്ല എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ മുല്ലയാണ് വന്നത്. താമരമുല്ല, ചക്കമുല്ല എന്നൊക്കെ പറയുമ്പോൾ നല്ല അടുക്കടുക്കായിട്ട് താമര പോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു റോസ്, ചെറിയ ബട്ടൺ റോസിൻ്റെ ഒക്കെ അത്രയും വലിപ്പത്തിൽ വരുന്നൊരു മുല്ലപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ എന്നോട് പറഞ്ഞു പള്ളിയിലുണ്ട് പറഞ്ഞിട്ട് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് 2 കമ്പ് ഒടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കമ്പ് ഒടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പിടിച്ച് കിട്ടുമെന്ന് വിചാരിക്കണു. അപ്പോൾ അതും ഈ തണലത്ത് വെക്കാൻ വേണ്ടിയിട്ടേ, വേര് പിടിക്കുന്നത് വരെ തണലത്ത് വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ മണി പ്ലാന്റുകൾ ഉണ്ടല്ലോ, നമ്മുടെ പോത്തോസുകൾ, അതൊരു 4 വെറൈറ്റിയോളം 4-5 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ 5 വെറൈറ്റീനെയും ഇതുപോലെ സ്റ്റിക്ക് കൊടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി സ്റ്റിക്ക് ഫില്ലാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മണി പ്ലാന്റുകൾ ഇങ്ങനെ സ്റ്റിക്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് നടുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റിക്ക് പലതും പല ഹൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ സ്റ്റിക്ക് ഫില്ലായിട്ടുണ്ട്, ചിലത് സ്റ്റിക്ക് ഫില്ലാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ 3 എണ്ണം എന്താ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ ആകാശമുല്ല ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. ബാക്കി ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം എൻ്റെ എനർജി ലെവലൊക്കെ പിന്നാക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. പിന്നെ 2 പോത്തോസ് ബാക്കിലിരിക്കുന്നതേ ഒന്നുകൂടി നന്നായി വരാനുണ്ട്, എന്നിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചെടികളൊക്കെ ഇതിൽ മിക്കതും ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊന്നും വെയിലത്തേക്ക് വെക്കാനായിട്ടില്ല കേട്ടോ. ഈ 2 പോത്തോസ് കണ്ടോ ഭയങ്കരമായിട്ട് ഇത് വരും, തുമ്പ് കരിയുന്നുണ്ട് വെയിലിന്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. ഇതാണ് നമ്മുടെ താമരമുല്ല കൊടുന്ന് നട്ടിട്ടുള്ളത്, ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കേണ്ട നമ്മുടെ ലക്കി ബാമ്പു, 2 വെറൈറ്റിയിലുള്ള ലക്കി ബാമ്പും പിന്നെ കോളിയസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു തന്നെയാണ്. അതിൻ്റെ കടയൊക്കെ നാശമായി പോയപ്പോൾ അതിൻ്റെ തലപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വേര് വന്നു കഴിഞ്ഞാൽ നട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അതാണ് ആ സൈഡിൽ കണ്ടത്. അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുക, ഇന്നത്തെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ള് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഈ ഭാഗത്തു നിന്ന് കാറ്റങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന് എല്ലാം പോയിട്ട് ഈ ഒരു മൂലയിൽ വന്നിട്ട് അങ്ങ് കിടക്കും, എല്ലാ ഇലകളും ചെടികളും ഒക്കെ. അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ചു വരുമ്പോൾ കൂടുതലും നമുക്ക് ഈ ഒരു മൂല അടിച്ചു വാരി കഴിഞ്ഞാൽ നമ്മുടെ ടെറസ് വൃത്തിയാവും. കാരണം അവിടെ നിന്നൊക്കെ കാറ്റിന് പറന്ന് വട്ടം കറങ്ങി ഈ ഒരു മൂലയിലാണ് വന്ന് നിൽക്കുക. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, കാരണം ഇവിടെയാണ് ഈ ടെറസിൽ നിന്നുള്ള വെള്ളം പോകുന്ന ആ ഒരു പൈപ്പ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇലകളും കാര്യങ്ങളും അതിലൂടെ പോയി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അടിച്ചു വാരി ക്ലീനാക്കി ഇടേണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവർ ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കണ്ടോ. ഒരു എന്താ പറയുക, പുതിയൊരു സ്ഥലത്തേക്ക് വന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. 2 സൈഡിലും നിറയെ പൂക്കളായിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പ്ലാന്റുകൾ ഞാൻ ഒന്നും ചെയ്തില്ല, കാരണം നേരിട്ട് അങ്ങോട്ട് ഓടി വെയിലത്തേക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റുകളല്ലാത്തതുകൊണ്ടാണ് അതൊന്നും വെക്കാതിരുന്നത്. അതുപോലെ തന്നെ ഇതും മാറ്റങ്ങളൊന്നും വരുത്തിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ, നന്നായി വേര് പിടിച്ച് നിറയെ ഇലകൾ വന്നിട്ട് അങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്കിതാ ഇവിടെയാണ് ഒന്ന് ക്ലീൻ ആക്കാനുള്ളത്. ഇത് കുറച്ച് കവുങ്ങും തൈകളാണ്, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. അങ്ങനെ അതും കൂടി ഞാൻ ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന വാഴയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട്. അപ്പടി മണ്ണും പൊടിയാണ് കേട്ടോ. നമ്മൾ ആ പോട്ടിലേക്ക് മാറ്റി നടുവൊക്കെ ചെയ്തില്ലേ, തെച്ചി. അപ്പോൾ അത് മാറ്റി നട്ടപ്പം
ഇവിടെയൊക്കെ മണ്ണും പൊടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അടിച്ചു വാരലും ക്ലീൻ ആക്കലൊക്കെ ചെയ്തുല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇതാണ് 2 വാഴ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചത് കേട്ടോ. എന്ത് വാഴയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഫുള്ള് അടിച്ച് കഴുകിയത്. ആദ്യം ചെടികളൊക്കെ നനച്ചതിന് ശേഷം നമ്മളിവിടെയൊക്കെ അടിച്ച് വാരി ക്ലീനാക്കി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ബാക്കിലേക്ക് പോയല്ലോ നമ്മുടെ പോട്ടുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ. അപ്പോൾ ബാക്കി സ്ഥലമൊക്കെ മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അടിച്ച് വാരി ക്ലീനാക്കി എടുത്തു. കാരണം നമുക്ക് ഇവിടെ കിച്ചനാണ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ പണി വരുമ്പോഴും അല്ലെങ്കിൽ കിച്ചണിലെ വർക്ക് വരുമ്പോഴൊക്കെ ഈ മണ്ണും പൊടിയൊന്നും അങ്ങോട്ടേക്ക് ആവാൻ പാടില്ലാത്തതുകൊണ്ട് ഈ ഫ്രണ്ട് ഭാഗം നമ്മൾ നന്നായിട്ട് ക്ലീനാക്കി അടിച്ച് കഴുകി നീറ്റാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ പുതിയൊരു രൂപം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ടെറസ് നിറയെ പൂക്കൾ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. നല്ല സന്തോഷം തോന്നി നമ്മുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.